നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നീപ്പവളേ. എഴുത്തുപുര വീട്ടിലെ പൂമുഖത്താണ് എൻ്റെ സങ്കല്പത്തിലെ ഭർത്താവ്. എഴുത്തുകാരൻ ഭർത്താവ്, ചന്ദനത്തിൻ്റെ മണമുള്ള ഭർത്താവ്, എണ്ണക്കറുപ്പിലെ കർപ്പൂര ദീപം എനിക്ക് ശേഷം മാത്രം തൊഴാൻ കാത്തു നിൽക്കുന്ന ഭർത്താവ്. എൻ്റെ പരിഭവങ്ങളെ എന്താ പറയാ, കൊഞ്ചിച്ച് ഇല്ലാതാക്കി ഒരിക്കലും മടുക്കാത്ത യൗവനമായി എന്നും ഉറക്കരയിൽ എന്നെ അനുവാദമില്ലാതെ കെട്ടിപ്പിടിക്കുന്ന ഭർത്താവ്. ഈ സുദർശന എന്ന് വെച്ചാ എന്താ മീനിങ്? നല്ല കാഴ്ചയുള്ള കുട്ടിന്നാണോ അതോ കാണാൻ കൊള്ളാവുന്ന കുട്ടിന്നാണോ? സുധു, ഞാൻ ഈ അഗ്നിദേവനെ പറ്റി വായിച്ചു. അപ്പൊ അതിലെ സുദർശന നല്ല പത്തര മാറ്റുള്ള, പുരാണങ്ങളിലെ കിരീടവും നെറ്റിപ്പട്ടവും ഒക്കെ ഉള്ള സുദർശനയുടെ കാമുകനായിരുന്നു അഗ്നിദേവൻ. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് സുദർശനായ നിനക്കും വേണമെങ്കിൽ ഒരു കാമുകനാകാമല്ലോ എന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. അയ്യടാ, ഈ കാമുകനും പ്രേമ ഐ ലവ് യു ഒന്നും എനിക്കിതൊന്നും ഇഷ്ടല്ല. ഓഹോ, പിന്നെ നീ നിന്റെ സങ്കല്പത്തിലെ ഭർത്താവ് എണ്ണക്കറുപ്പനാണെന്നോ അവന്റെ തലവഴി എണ്ണ ഒഴിച്ച് കുളിപ്പിക്കണം എന്നൊക്കെ വലിയ വാചം അടിക്കുന്നതായിട്ടുള്ള അത് വാചകടി ചർച്ചയല്ലേ. മുത്തശ്ശിയുമായി ഞാൻ വിശദമായ ഒരു ചർച്ച നടത്തി വളരെ സ്ട്രോങ് ആയ ഒരു തീരുമാനം നിന്നെ അറിയിക്കാം. നീ കണ്ണടച്ചു കിടന്നോ, കേറ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മുത്തശ്ശിയോട് പറയാൻ പോവാണ്. ഇടയ്ക്കിടയ്ക്ക് കോട്ടുമായിട്ട് മാറ്ററിന്റെ സീരിയസ്നെസ് കളയരുത്. ഒരു കല്യാണക്കാര്യ പറയൂ. നമ്മുടെ സുധുവിനെ ഒരു രസികൻ ആലോചന. ഒക്കെ ഞാൻ അറിഞ്ഞു കുട്ടി. എങ്ങനെ അറിഞ്ഞു മുത്തശ്ശി? അവള് പറഞ്ഞു? പാർവതി പറഞ്ഞു. അമ്മയുടെ അടുത്ത് വരെ എത്തിയോ ഈ കാര്യം? ആ, അപ്പൻ നേരിട്ട് പറയായിരുന്നു. നിനക്ക് വിശ്വസിക്കാൻ പറ്റണില്ല അല്ലേ? എനിക്ക് ആദ്യം ഇത് മുത്തശ്ശിയോട് പറയാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിക്കായിരുന്നു. ഒഴിഞ്ഞു മാറിയതാ, വെറുതെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യില്ലേ? ഞാൻ എന്ത് ചെയ്തിട്ടാ അനിയൻ ചേട്ടൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ? എത്ര ദിവസമായി അനിയൻ ചേട്ടൻ എന്നോട് മിണ്ടിട്ടെന്ന് അറിയാമോ? എന്താ സുദർശനെ, സുഖമാണോ? ഇങ്ങനെ മിണ്ടിയാ മതിയോ? അനിയൻ ചേട്ടന്റെ മനസ്സിൽ എന്തോ ഉണ്ട്, അതാ ഇങ്ങനെയൊക്കെ പറയുന്നേ. ഞാൻ എന്ത് ഇറിറ്റേറ്റ് ചെയ്തു അനിയൻ ചേട്ടാ? എന്ത് ഇറിറ്റേറ്റ് ചെയ്തെന്നോ? ആരോട് ചോദിച്ചിട്ടാടി നീ ലിപ്സ്റ്റിക് ഇട്ട്? അപ്പച്ചേ പറഞ്ഞ് ഇങ്ങനെയൊക്കെ വേണോന്ന്. മതിയോ പറ, ഇനി ഞാൻ എന്ത് ചെയ്യണം? അയ്യേ, അനിയൻ ചേട്ടൻ എന്നൊരു സ്ഥലത്ത് കാര്യം പറ. കൊണ്ടുപോകും. എനിക്ക് അമ്മാവനെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കണം. നിനക്ക് വേണമെങ്കിൽ നിനക്ക് എടുക്കാറില്ല അവളെ. എന്തിനാ ഈ ഒളിച്ചു കളി? മുത്തശ്ശി കേട്ടില്ലേ ഈ പറയുന്നത്? എനിക്ക് ഈ കല്യാണം വേണ്ട മുത്തശ്ശി, എനിക്ക് ഈ കല്യാണം വേണ്ട മുത്തശ്ശി. പാവോടമ്മേ, അതുകൊണ്ട് അമ്മയ്ക്ക് ഇതൊക്കെ കേട്ട് നിൽക്കേണ്ടി വന്നത്. ഞാൻ അടുക്കളക്കാരിയല്ല, മുത്തശ്ശിയുടെ വയറ്റിൽ പറഞ്ഞ ഗോധർമ്മരാജയുടെ മകളാ ഞാൻ. എന്റെ അമ്മാനിനെ ചോദ്യം ചെയ്യാൻ ഒരു ആഭാസനെ ഞാൻ സമ്മതിക്കില്ല. അമ്മാവന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ പോയതാ മുത്തശ്ശി ഞാൻ. അവഗണിച്ചിറക്കി വിട്ടില്ലേ അപ്പച്ചി? ആ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ പോയതാ, അല്ലാതെ തന്റെ കൂടെ കിടക്കാൻ പോയതല്ല. മുത്തശ്ശി, ഒച്ചയില്ലാത്ത കുറവ് ആദ്യമായിട്ടെന്ന് ഞാൻ അറിഞ്ഞു. ഞങ്ങൾക്ക് ആരുമില്ല. സുദർശനെ, നിന്റെ താലിയാ നീ നിഷേധിക്കുന്നത്. അപമാനിച്ചിട്ട് അവതരത്തലി കാണിച്ച കഴുത്ത നീട്ടി തന്ന ക്ലാവ് പിടിച്ച പിച്ചളക്കോലൊന്നുമല്ല ഈ സുദർശന. ഈ വീട്ടിലെ രക്തമാണ് ഞാനും. അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? നീ എന്താ പൊട്ടു തൊടാത്ത? മറക്കരുത്, എനിക്ക് നിന്നെ എന്നും അങ്ങനെ കാണണം, എന്റെ സുധുവായിട്ട്. എനിക്ക് നിന്നെ എന്റേതാക്കാൻ താലി കെട്ടി ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഞാൻ വിളിച്ചോണ്ട് പോകും. നീ വരുമെങ്കിൽ. നീ എന്താ ഒന്നും പറയാത്തത്? കാപ്പി എടുക്കാം.
ഗോദവർമ്മ തമ്പുരാന്റെ പത്നി ആത്മഹത്യ ചെയ്തു. എന്തിനാ സുധു നീ ഗോഷ്ടിയൊക്കെ കാണിക്കുന്നത്? എനിക്കിവിടെ ജോലി കിട്ടി. കുഞ്ചു എവിടെ? അവനും പോയി. അവനും ജോലി കിട്ടി ഹൈദരാബാദിൽ. നീ എന്താ നിന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നത്? ആവശ്യമില്ലാത്തതൊക്കെ തലയിൽ കയറ്റി വെച്ചിരിക്കല്ലേ? ഇനി എങ്ങനെയൊക്കെയാണോ എന്നെ ശിക്ഷിക്കാൻ പോകുന്നത്? കോട്ടയനും ചേട്ടാ, കോട്ടയനും ചേട്ടാ, അനീചേട്ടൊന്നും പറഞ്ഞില്ല. വെള്ളമടിച്ച് കോൺ തിരിഞ്ഞ് പാതിരായ്ക്ക് വീട്ടിൽ വന്ന് കയറുമ്പോ ചെരുപ്പൂരി കാലമടക്കി ചുമ്മാ തൊഴിക്കാനും തുലാവർഷ രാത്രികളിൽ ഒരു പുതപ്പിനടിയിൽ സ്നേഹിക്കാനും എന്റെ കുഞ്ഞുങ്ങളെ പെറ്റുപോറ്റാനും ഒടുവിൽ ഒരു നാൾ വടിയായി തെക്കേ പറമ്പിലെ പുളിയൻ മാവിന്റെ വിറകിനടിയിൽ എരിഞ്ഞു തീരുമ്പോ നെഞ്ച് തല്ലി കരയാനും എനിക്കൊരു പെണ്ണിനെ വേണം. ഈ അനന്ത തീരവും ഇടറി നിന്ന താരവും വഴിമറന്ന യാത്രികന്റെ മൊഴിമറന്ന മൗനവും ഉള്ളിൽ വീണലിഞ്ഞു ചേരും ഈ മുഹൂർത്തമെന്നെ നിന്റെ കാൽക്കൽ വീണ പൂക്കൾ പോലെ ധന്യമാക്കവേ. ശിവക്കുട്ടി, എന്തോ? നന്നായി പെർഫോം ചെയ്തു. താങ്ക് യു. നമുക്ക് നമ്മുടെ ചേട്ടനെ ചേച്ചിമടുത്ത് ചോദിക്കാം. സൗഭാഗ്യ ചേച്ചി. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. എസ്പെഷ്യലി ആ ഇമോഷണൽ സീനിൽ ഇത്രയും വലിയ ഡയലോഗൊക്കെ മോള് പറഞ്ഞത് ഉഗ്രനായിരുന്നു. ആൻഡ് എടുത്തു പറയേണ്ടത് അത് രേവതി മാമിൻ്റെ മോഡുലേഷൻ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് പറഞ്ഞിരുന്നത്. രേവതി മാമിൻ്റെ പ്രൊനൗൺസിയേഷൻ ഒരു പ്രത്യേകതയുണ്ട്. ചെറുതായിട്ടൊരു തമിഴ് ഒരു ടച്ച് ഫീൽ ചെയ്യും മലയാളം സംസാരിക്കുമ്പോൾ. അത് വരെ ശ്രദ്ധിച്ച് അതേപോലെ തന്നെ മോള് റീപ്രൊഡ്യൂസ് ചെയ്തു. അത് നല്ല രസമുണ്ടായിരുന്നു. ഓവറോൾ എല്ലാവരും അവരവരുടെ പാട്ട് നന്നായിട്ട് ചെയ്തു. ഓവറോൾ നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു ചേച്ചി. അമ്മു. ശിവ, എന്തോ? എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നല്ല പെർഫോമൻസ് ആയിരുന്നു. ചേച്ചി പറഞ്ഞ അതേ കാര്യം തന്നെ എനിക്കും പറയാനുള്ളത്. ആ ഇമോഷണൽ സീനിലെ ഡയലോഗാണ് ഈ ആക്ടിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിന്നത്. എല്ലാവരും അവരവരുടെ പാട്ട് നന്നായി ചെയ്തു. പക്ഷെ ആ ഡയലോഗ് ഭയങ്കര രസമായിരുന്നു. പറഞ്ഞ ആ മോഡുലേഷനും ഇത്രയും ഡയലോഗ് ഓർത്ത് വെച്ച് പറയാന്ന് വെച്ചാൽ അതും ഈ ഏജിൽ എനിക്ക് തോന്നുന്നില്ല അത് ആർക്കും പറ്റും എന്നുള്ളത്. പക്ഷെ ഇവിടെ വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ കൂടെ അഭിനയിച്ചവർ നന്നായിട്ട് ചെയ്തു. എസ്പെഷ്യലി ലാലേട്ട് നമ്മൾ എല്ലാ പ്രാവശ്യം പറയുന്നതാണ് കീപ് ഇറ്റ് അപ്പ്. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. കീപ് ഇറ്റ് അപ്പ്. നൈസ്. ദേവൻ സാറെ ക്യാരക്ടർ ചെയ്ത ആളും ഉഗ്രനായിരുന്നു കേട്ടോ. ആ ഒരു പവർ പഞ്ചൊക്കെ ഉണ്ടായിരുന്നു. വന്നിട്ട് ചിലതാണ് ഇപ്പോഴും മുഖത്തുണ്ട്. എല്ലാവരും അവരവരുടെ പാട്ട് നന്നായിട്ട് ചെയ്തു. നല്ലായിരുന്നു. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു അമ്മു. വിവേകേട്ടാ. എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് വലിയ സ്കിറ്റാണ്. നിങ്ങളൊന്നും ആരും അവരവരുടെ ടൈമിംഗ് ഒന്നും മിസ് ചെയ്യാതെ അവരവരുടെ പാർട്ടൊക്കെ കറക്റ്റ്. അപ്പോൾ ഈ നടന്നു വരുന്നതാണെങ്കിൽ പോലും കുറച്ചൊന്ന് ലേറ്റായി കഴിഞ്ഞാൽ അവരുടെ ഡയലോഗ് ചിലപ്പോൾ അവിടെ നേരത്തെ തീരും. അപ്പോൾ അതൊന്നും അങ്ങനെയൊന്നും മിസ്സാവാണ്ട് എല്ലാം കറക്റ്റാവുന്നു ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ അമ്മ പറഞ്ഞ പോലെ ഈ എന്താ പറയുക മറ്റേ ഇത്രയും ഒരുപാട് ഡയലോഗ്സും ഈ സംഭവങ്ങളൊക്കെ കാണാതെ പഠിച്ച് ആ കറക്റ്റ് ടൈമിങ് മറ്റേ ആളുടെ ഡയലോഗ് കഴിഞ്ഞ് അടുത്ത ഞാൻ ഈ ഡയലോഗ് പറയേണ്ടതാണ് അങ്ങനെയൊക്കെയുള്ള ടൈമിംഗ് എല്ലാം പക്കയായിട്ട് കറക്റ്റായിട്ട് ചെയ്തതിൽ ഒരു വലിയ സല്യൂട്ട് കേട്ടോ. അതും പറയാതിരിക്കാൻ വയ്യ. എൻഡിങ് സൂപ്പർ ആയിരുന്നു. അത് പറയാണ്ടിരിക്കാൻ വയ്യ. ആ ട്വിസ്റ്റ് ഞാൻ സൗഭജിച്ചെടുത്ത് നോക്കരുത്. ഏത് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു ട്വിസ്റ്റ് ആയിരുന്നു. നല്ല രീതിയിലൊരു എൻഡിങ് ആയിരുന്നു. താങ്ക് യു. ശിവ നാളത്തെ ഒരു വലിയൊരു സൂപ്പർ താരമായിട്ട് തന്നെ വരട്ടെ. താങ്ക് യു. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് ശ്രീലക്ഷ്മി. അവർക്കൊരു ഹായ് പറയാമെന്ന് ചോദിച്ചു. അയ്യോ ശ്രീലക്ഷ്മി ഹായ്. അമ്മ അവിടെ നിന്ന് എന്തോ പറയുന്നുണ്ട്. എന്താ പറഞ്ഞ അമ്മ? എന്താ പറയുന്നത്? ശിവയുടെ മാത്സ് ടീച്ചറും നമ്മുടെ മോഹൻലാലിന്റെ അമ്മയും വന്നിട്ടുണ്ട്. അത് ശരി. എന്താ ടീച്ചറിന്റെ പേരെന്താ? ആശ. എങ്ങനെയുണ്ട് ശിവ? നന്നായിട്ട് പഠിക്കോ? നന്നായിട്ട് പഠിക്കും. മാത്സ് ഭംഗിയായിട്ട് പഠിക്കും. പോകുന്നതിന് മുമ്പ് ഒരു കണക്കിട്ട് അമ്മൂനും സ്വാഭാവികം കൂടെ കണക്ക് ചെയ്തിട്ട് വേണം എനിക്ക് പട്ടാളത്തെ എടുക്കാൻ. ഈ കോസ്റ്റ്യൂം ഏകദേശം ഏത് രാജ്യത്തെ ആർമിയാന്ന് പറയാൻ പറ്റുമോ? ഈ കോസ്റ്റ്യൂമോ? ഈ കോസ്റ്റ്യൂം ഞാൻ ഏത് രാജ്യത്തെ പറയണമെങ്കിൽ നമ്മൾ ഇന്ത്യൻ ആർമി തന്നെ ഈ കളർ ക്യാപ്പ് ഉണ്ട്. ഈ സ്റ്റാർ ഒന്നും ഇല്ല. അതൊക്കെ ഞാൻ എന്റെ ഇഷ്ടത്തിൽ ഞാൻ വെച്ചതാണ്. പക്ഷെ ഇത് അറബ് കൺട്രീസ് ഒരു കോഡാണ്. വേറെയും കുറെ കൺട്രി മറ്റേ ടർക്കിയൊക്കെ ഈ കളറാണെന്ന് തോന്നുന്നു. സോറി
ടർക്കി കോഴി ടർക്കിയല്ല തുർക്കി. ഇത് വലരുത് ഒരിക്കലും. ആരും അറിയില്ല മല്ലയ്യ. അതൊരു വല്ലാത്ത സെൽഫ് കോൾ. ടർക്കി അല്ല തുർക്കി. ഓക്കെ, അപ്പൊ എന്നാ ശിവ അടുത്ത പെർഫോമൻസിൽ തകർപ്പൻ പെർഫോമൻസ് ആയിട്ട് വരൂ. അപ്പൊ ശിവ നല്ല പോസിറ്റീവ് കമന്റ്സ് കിട്ടി, ഹാപ്പിയാണ്. ഹാപ്പിയാണ്. അപ്പോ ഇതുപോലെ ഇനിയും അടുത്ത റൗണ്ട് ചെയ്യും. ഓക്കെ ഫൈൻ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.